സിംഹാചലം മലയുടെ അടിവാരം ഒരു ക്ഷേത്രദർശനമാണ് മനസ്സിൽ. വരാഹ നരസിംഹമായി ആരാധിക്കപ്പെടുന്ന 1000 വർഷം പഴക്കമുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക്. ക്ഷേത്രത്തിലേക്കുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ ആണ്. മുൻകൂർ ടിക്കറ്റ് എടുക്കണം ഇവിടെ. നമസ്കാരം. പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എപ്പോഴും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നു. 15 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഞാനും ബസ്സിൽ കയറി. ഒരാൾ വാതിക്കൽ ടിക്കറ്റ് പരിശോധിച്ചതിന് ശേഷം ബസ് വിടുന്നു. ഞാൻ സഞ്ചരിച്ച ബസ് സിംഹാചലം വരാഹ നരസിംഹ ക്ഷേത്രത്തിനടുത്തുള്ള ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് 3 മിനിറ്റ് നടക്കാനുള്ള ദൂരം. 13ാം നൂറ്റാണ്ടിൽ കലിംഗ രാജ്യത്തിലെ രാജാവായ നരസിംഹദേവൻ ഒന്നാമൻ നിർമ്മിച്ച ക്ഷേത്രം 1268 അദ്ദേഹത്തിൻ്റെ മകൻ ഭാനുദേവ ഒന്നാമൻ പ്രതിഷ്ഠ നടത്തി. ആന്ധ്രാപ്രദേശിലെ 32 നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. 13ാം നൂറ്റാണ്ടിൽ ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മിച്ച ശേഷം പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രവും വൈഷ്ണവ മതകേന്ദ്രവും ആയിരുന്നു. കലിംഗ, ചാലൂക്യ, കാകതീയ, ചോള എന്നിങ്ങനെ 4 രാജവംശങ്ങളുടെ സമ്മിശ്ര വാസ്തുവിദ്യയാണ് ഈ ക്ഷേത്ര നിർമ്മിതിയിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വടക്കൻ ആന്ധ്രാപ്രദേശും ഇപ്പോഴത്തെ ഒഡീഷയും ഛത്തീസ്ഗഡിൻ്റെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെടുന്ന ഗംഗാനദിയുടെയും ഗോദാവരി നദിയുടെയും ഇടയിൽ വരുന്ന കിഴക്കൻ ഭാഗമായിരുന്നു കലിംഗ രാജ്യം. വൈഷ്ണവ തത്വചിന്തകനായ രാമാനുജമാണ് ക്ഷേത്രത്തിലെ മതപരമായ ആചാരങ്ങൾ രൂപപ്പെടുത്തിയത്. പഞ്ചരാത്ര ആഗമശാസ്ത്രത്തിലെ 108 ഗ്രന്ഥങ്ങളിൽ ഒന്നായ സ്വാത്വത സംഹിതയാണ് അടിസ്ഥാനം. തിരുമല തിരുപ്പതി ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും അധികം വരുമാനമുള്ള ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം പടിഞ്ഞാറ് ദർശനമുള്ള 5 നിലയോടുകൂടിയ രാജഗോപുരം. ഇതിനപ്പുറത്തേക്ക് ക്യാമറ, മൊബൈൽ ഫോൺ, ബാഗുകൾ ഒന്നും അനുവദിക്കില്ല. കുന്നിൻ താഴ്വരയിൽ നിന്നും 1000 പടി കയറി ക്ഷേത്രത്തിലേക്ക് ഭൈരവദ്വാരം എന്ന പരമ്പരാഗത വഴിയുമുണ്ട്. 1000 പടി എന്നത് കൃത്യമായ അകലത്തിൽ നിർമ്മിച്ചവയല്ല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1500 മീറ്റർ ഉയരത്തിലുള്ള ക്ഷേത്രം. വിശാഖപട്ടണം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം. 1564 മുതൽ 1604 വരെ 40 വർഷക്കാലം ക്ഷേത്രം മതപരമായി നിഷ്ക്രിയമായിരുന്നു. ഈ കാണുന്ന കൗണ്ടറുകളിൽ നമ്മുടെ കയ്യിലുള്ള വാച്ചും പേഴ്സും ഒഴികെ എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് ടോക്കൺ എടുത്ത ശേഷം വേണം ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ. എൻ്റെ ഭാഗ്യത്തിന് ഇംഗ്ലീഷിലുള്ള ബോർഡുകളും ഉണ്ട്. ഇന്ന് ധാരാളം വിവാഹങ്ങൾ നടന്ന ദിവസം. ഈ കാണുന്നതെല്ലാം വിവാഹങ്ങളിൽ പങ്കെടുക്കാനും ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും വന്നവർ. ഇവിടെയും പ്രധാന വഴിപാട് തലമുണ്ഠനം ചെയ്യുന്നതാണ്. ഡബിൾ റൂമും ഡോർമെട്രികളുമായി ഇവിടെ കുടുംബമായി വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഉണ്ട്. പക്ഷേ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. സിംഹാചലം വരാഹസിംഹ ക്ഷേത്രത്തിൻ്റെ ദൂരക്കാഴ്ച. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ആന്ധ്രാപ്രദേശിലെ 32 നരസിംഹ ക്ഷേത്രങ്ങളിൽ ഒന്ന്. നമ്മുടെ കേരളത്തിൽ അപൂർവമായി മാത്രമുള്ള പ്രതിഷ്ഠ. കേരളത്തിൽ തുറവൂർ, കുറവലങ്ങാട്, തലശ്ശേരി, പഴയിടം, മാലാപ്പറമ്പ് എന്നിവിടങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടതും പെടാത്തതുമായ നരസിംഹ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സിംഹാചലത്തു നിന്നും വളരെ അടുത്താണ് പ്രശസ്തമായ ഋഷികൊണ്ട കടൽത്തീരം എന്നറിയുന്നു. ഇവിടെ വരെ വന്നിട്ട് ആ മനോഹാരിത കാണാതെ പോയാൽ. വിശാഖപട്ടണം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ ദൂരം. ഋഷികൊണ്ട ബീച്ച്. വെറുതെ വഴിയിലേക്ക് നോക്ക്, എത്ര മനോഹരം. ഒരിടത്തും യാതൊരുവിധ ചപ്പുകളും ഇല്ലാതെ ഭംഗിയായി സംരക്ഷിക്കുന്നു. വൃത്തിയുടെ കാര്യത്തിൽ ഈ നഗരം എന്നെ അത്ഭുതപ്പെടുത്തി.
വിശാഖപട്ടണത്തെ പറ്റിയുള്ള എൻ്റെ മറ്റു വീഡിയോകളിലും നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. സഞ്ചാരികൾക്കായി വൃത്തിയായി വെച്ചിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ, കടൽ വിഭവങ്ങളാൽ നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ, മറ്റു സാധനങ്ങൾ. അതേ ആഢ്യത്വം ഓരോ കട നടത്തിപ്പുകാരിലും നമുക്ക് കാണാം. കടലിൻ്റെ കാഴ്ചകൾ. ധാരാളം സഞ്ചാരികൾ. ചുവന്ന കൊടി മണലിൽ ഉറപ്പിച്ച കോസ്റ്റ് ഗാർഡുകൾ. പ്രകൃതിദത്ത പാറകൾക്കിടയിൽ നീലക്കടൽ, ഭംഗിയുള്ള തിരമാലകൾ, കരയിൽ മരതക പച്ചപ്പ്, സ്വർണ്ണ മണൽത്തരികൾക്ക് പേരുകേട്ട ഋഷികൊണ്ട ബീച്ച് വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും ഒരേപോലെ ആകർഷിക്കുന്നു. ഇപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവനക്കാരി. നമുക്ക് ഈ കടൽ തീരത്തുകൂടി ഒന്ന് നടക്കാം. ശരീരത്തിന് ദോഷമില്ലാത്ത വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങളും ശീതളപാനീയങ്ങളും ഇവിടെ കിട്ടും. വൃത്തിയുടെ കാര്യം ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ കച്ചവടക്കാരും നാടൻ സഞ്ചാരികളും തീരദേശ രക്ഷാസേനയുടെ ജീവനക്കാരും എല്ലാം വളരെ താല്പര്യത്തോടെ ഈ കടൽത്തീരം സംരക്ഷിക്കുന്നു. ബീച്ചിനോട് ചേർന്ന് AP ടൂറിസത്തിൻ്റെ മികച്ച കോട്ടേജുകളും റെസ്റ്റോറൻറ്റുകളും ഗെയിംസ് വില്ലേജുകളും ഇവിടെ വരുന്ന സഞ്ചാരികളെ ഒന്ന് ചിന്തിപ്പിക്കും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഋഷികൊണ്ട ബീച്ച് സന്ദർശിക്കാൻ ഏറ്റവും യോജിച്ച സമയം. 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലുള്ള കാലാവസ്ഥ. ഋഷികൊണ്ടയുടെ അർത്ഥം മുനികളുടെ കുന്ന് എന്നാണ്. 14-ാം നൂറ്റാണ്ടിലെ സപ്ത ഋഷേശ്വര ക്ഷേത്രം എന്ന പേരിൽ നിന്നും ആണ് ബീച്ചിന് ഈ പേര് ലഭിച്ചത് എന്നറിയുന്നു. സപ്തർഷികൾ 7 ക്ഷേത്രങ്ങൾ ഈ തീരത്ത് നിർമ്മിച്ചിരുന്നു. ജൂവൽ ഓഫ് ഈസ്റ്റ് കോസ്റ്റ് എന്ന അർത്ഥത്തിൽ കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നും അറിയപ്പെടുന്നു. ഗോവയിൽ പോലും ഇത്ര ആധികാരികമായി കണ്ടിട്ടില്ലാത്ത വാട്ടർ സ്പോർട്സ്, വാട്ടർ സ്കീയിങ്, വിൻഡ് നീന്തൽ എന്നിവ AP ടൂറിസത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരുടെ പഴുതടച്ച സഹകരണത്തോടെ ഇവിടെ നടക്കുന്നു.
വെർജിൻ ബീച്ച് എന്നും അറിയപ്പെടുന്ന കടൽത്തീരം. ഈ കടൽത്തീരം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. തിരികെ പോകാതെ പറ്റില്ലല്ലോ. വളരെ വലിയ ഒരു പാർക്കിംഗ് സ്ഥലം, കൂടുതലും ഈ നാട്ടുകാരുടെ ഇരുചക്ര വാഹനങ്ങൾ. ഈ മനോഹര തീരത്തു നിന്നും മടങ്ങാൻ സമയമായി. ഋഷികൊണ്ട ബീച്ചിൽ നിന്നും RTC കോംപ്ലക്സിലേക്ക് ബസ് നമ്പർ 900R, 900K, 900T എന്നീ 3 ബസ്സുകളാണുള്ളത്. ഇവിടെ നിന്നും 48 കിലോമീറ്റർ, ഇടയ്ക്ക് ഏകദേശം 5 സ്റ്റോപ്പുകൾ, 1.5 മണിക്കൂർ യാത്രാദൈർഘ്യം. ഇതൊരു പാർക്കാണ്, പക്ഷേ ഇതിൻ്റെ വശങ്ങളിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി സൗകര്യപ്രദമായ രീതിയിൽ ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങൾ ആന്ധ്രാപ്രദേശ് ടൂറിസം വകുപ്പ് ഒരുക്കിയിരിക്കുന്നു. കടൽ തീരത്തുകൂടെ വിശാഖപട്ടണത്തിൻ്റെ നഗരഹൃദയത്തിലേക്ക് ഒരു ബസ് യാത്ര. വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.